ആ സമയത്ത് ഇയാൾ എന്നെ ഒരു കോപത്തോട് ചോദിച്ചു, താൻ എന്നോട് 2 ആഴ്ച മുമ്പ് വരാഞ്ഞത്. ഞാൻ പറഞ്ഞു, ഈ 2 ആഴ്ച മുമ്പ് ഇവിടുത്തെ അച്ഛൻ വിളിച്ചിരുന്ന് ഞങ്ങൾ വന്നേനെ. അച്ഛൻ ഇന്നത്തേക്കാണ് വിളിച്ചത്, ചേട്ടൻ ജ്യൂസ് എടുക്ക്. വീണ്ടും അയാൾ കൂടുതൽ കോപത്തോട് ചോദിക്കുക, താൻ എന്നോട് 2 ആഴ്ച മുമ്പ് വരാഞ്ഞത്. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടൻ ഇങ്ങനെ ചോദിച്ചിട്ട് എന്നാ കാര്യം, ജ്യൂസ് എടുക്ക്. കടയ്ക്കകത്തോട്ട് കയറുന്നത് കണ്ടു. ഞാൻ വിചാരിച്ച് ജ്യൂസ് എടുക്കാനാണ്. പക്ഷേ അവിടെ അനങ്ങാതെ നിൽക്കുന്ന കണ്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി ഞാൻ അകത്ത് കയറി ചെന്നപ്പോൾ അദ്ദേഹം കൈകെട്ടി നിൽക്കുക, കരയുക. വർഷങ്ങൾക്ക് മുൻപ് സിനിമാ നിർമ്മാതാവായിരുന്ന എബ്രഹാം പുത്തൻകളം അതെല്ലാം ഉപേക്ഷിച്ച് ഉദരത്തിൽ കൊല്ലപ്പെടുന്ന ശിശുക്കൾക്ക് വേണ്ടിയുള്ള ഓട്ടം തുടങ്ങിയിട്ട് 4 പതിറ്റാണ്ടിലധികമായി. എബ്രഹാമും ഭാര്യ മേഴ്സിയും ഗുജറാത്തിൽ പങ്കെടുത്ത ധ്യാനത്തിലാണ് ഗർഭത്തിൽ വധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ശബ്ദമായി തീരാനുള്ള പ്രചോദനം ലഭിച്ചത്. അങ്ങനെയാണ് കൃപ എക്സിബിഷൻ എന്ന ആശയം രൂപപ്പെടുന്നത്. ഗർഭചിത്രത്തിലൂടെ കൊല ചെയ്യപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ ശരീരത്തിൻ്റെ വിവിധ മോഡലുകൾ, പോസ്റ്ററുകൾ പ്രൊലൈഫ് പ്രവർത്തകരിലൂടെ അദ്ദേഹം സംഘടിപ്പിച്ചു. 2.5 വർഷത്തിനുള്ളിൽ 100-ലധികം പ്രദർശനങ്ങളും ക്ലാസുകളുമാണ് ഇങ്ങനെ ക്രമീകരിച്ചത്. അന്നു മുതൽ തുടങ്ങിയ പ്രവർത്തനം ഇന്നും അദ്ദേഹം തുടരുകയാണ്. ഈ കാലം കൊണ്ട് എത്രയധികം ജീവനാണ് അദ്ദേഹത്തിന് വീണ്ടെടുക്കാനായത്. ജീവിതം മാറ്റിമറിച്ച പ്രൊലൈഫ് പ്രവർത്തനങ്ങളെക്കുറിച്ച് എബ്രഹാം പുത്തൻകളം സംസാരിക്കുന്നു. ഞാൻ പ്രോ ലൈഫിലേക്ക് ഇറങ്ങാനുണ്ടായ സാഹചര്യം 1997 ഗുജറാത്തിൽ ഒരു ധ്യാനം നടത്താനായിട്ട് പോയിരുന്നു. അവിടെ ഒരു ധ്യാനം കഴിഞ്ഞ് 2ാമത്തെ ധ്യാനത്തിനാണ് ഞങ്ങൾ ചെന്നപ്പോൾ ആ ഗ്രൂപ്പ് ഒട്ടും സജീവമാകുന്നില്ല. രാത്രിയിൽ ടീം ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ സമൂഹത്തിൽ ഒത്തിരി പേർ അബോർഷൻ ചെയ്തവരാണ്. അതിൻ്റെ കുറ്റബോധത്തിലിരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് വചനം സ്വീകരിക്കാൻ പറ്റാത്തതെന്ന് മനസ്സിലായി. പിറ്റേ ദിവസം അതിനുവേണ്ടി പ്രത്യേകമായ ഒരു വചനം ഒരുക്കി ഇതിലൂടെയുള്ള പാപം കുമ്പസാരത്തിലൂടെ ഏറ്റുപറഞ്ഞ ദൈവം ക്ഷമിക്കുമെന്നുള്ള ബോധ്യം അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരെല്ലാം പെട്ടെന്ന് ഫ്രീ ആയി. ഇത് കണ്ടപ്പോൾ മനസ്സൊരു ചിന്ത, ഈ ഗുജറാത്തിൽ ഒത്തിരി ദാഹിച്ച് ധ്യാനം കൂടുന്നവരുടെ അവസ്ഥ ഇതാണെങ്കിൽ കേരളത്തിലെ അവസ്ഥ എന്തായിരിക്കും? ഗുജറാത്തിൽ നിന്ന് തിരിച്ചിവിടെ വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ടോമിച്ചൻ മുളകുപാടം, അദ്ദേഹത്തെ കിട്ടി. അദ്ദേഹവുമായിട്ട് ഈ കാര്യം ചർച്ച ചെയ്തപ്പോൾ അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ താല്പര്യനാണ്. അങ്ങനെ ഒരു 3 മാസത്തെ പ്രാർത്ഥനയും പ്രവർത്തനത്തിന് ശേഷമാണ് കൃപ പ്രോലൈഫേഴ്സ് എന്ന ഒരു മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട ലൂയിസ് വെള്ളാനിക്കൽച്ചൻ ആത്മീയ പിതാവായിക്കൊണ്ട് ആരംഭിച്ച ആ പ്രസ്ഥാനം ഇപ്പോൾ 27 വർഷമായി ഇപ്പോഴും അച്ഛൻ തന്നെയാണ് ആത്മീയ പിതാവ്. അത് ഏതാണ്ട് 200ഓളം പ്രവർത്തകർ നമ്മുടെ കൂടെയുണ്ട്. അങ്ങനെ അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്ന് നമ്മൾ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഏറ്റവും ആദ്യമേ ഒരു എക്സിബിഷൻ സെറ്റ് ക്രമീകരിക്കുകയായിരുന്നു. കാരണം ജീവൻ്റെ സന്ദേശം നൽകേണ്ടത് പള്ളികളിൽ മാത്രമല്ല, കവലകളിലും ജനം എവിടെയുണ്ടോ അവിടേക്കാണ് ജീവൻ്റെ സന്ദേശം എത്തേണ്ടത്. അത് മാർക്കറ്റിലായിരിക്കാം, ബസ് സ്റ്റാൻഡിലായിരിക്കാം, എവിടെയാണോ അവിടങ്ങളിൽ എത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് മീഡിയ ആവശ്യമാണ്. അങ്ങനെയാണ് ഒരു എക്സിബിഷൻ സെറ്റ് തയ്യാറാക്കുന്ന ഒരു ശ്രമത്തിലേക്ക് വന്നത്. ആദ്യത്തെ സെറ്റ് ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ കർദിനാളായിരുന്ന മാർ വർക്ക് വിധേയത്തി പിതാവായിരുന്നു. കേരളം ഒട്ടാകെ എല്ലാ രൂപതകളിലും എല്ലാ സ്ഥലങ്ങളിലും പോയി ഈ എക്സിബിഷൻ പലയിടത്തും നടത്തിയിട്ടുണ്ട്. അതിലൂടെ ഒത്തിരി ജീവനെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചിട്ടുമുണ്ട്. ആദ്യ എക്സിബിഷൻ തന്നെ ഉണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു ഹൈന്ദവനായ വ്യക്തി, പേര് നന്ദകുമാരൻ, അദ്ദേഹം ബസ്സിൽ വന്നിറങ്ങിയപ്പോൾ ബസ് സ്റ്റാൻഡിനടുത്താണ് ആദ്യ എക്സിബിഷൻ നടന്നത്. അവിടെ പുറത്ത് നിന്ന് ആൾ പറഞ്ഞത് ഒരു സൗജന്യ എക്സിബിഷൻ ഉണ്ട്, കയറി വരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം കയറി വന്ന് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവസാനം വന്ന് എൻ്റെ കാലയിലോട് പിടിക്കുക. പുള്ളിയുടെ പെട്ടെന്നുള്ള വൈകാരിക അവസ്ഥ ചെയ്തതാണ്. വിശേഷിച്ച് പറഞ്ഞു, എൻ്റെ ഭാര്യ ഗർഭിണിയാണ്, 3ാമത്തെ കുഞ്ഞ്, അത് അബോർട്ട് ചെയ്യാൻ ഏത് ആശുപത്രി പോകേണ്ടിയെന്ന് അന്വേഷിക്കാൻ ചങ്ങനാശ്ശേരി ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഇവിടെ ഈ എക്സിബിഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കയറി കണ്ടു. ഇനി ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലത്തില്ല, എനിക്കറിയില്ലായിരുന്നു ഇതാണ് അബോർഷൻ നടക്കുന്നതെന്ന് അറിയത്തില്ലായിരുന്നു, ഇനി ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലത്തില്ല. ഇതുപോലെ 100 അനുഭവങ്ങൾ ഈ യാത്രയുടെ ഇടയിലുണ്ടായി. അതുകൊണ്ടാണ് ഏത് ബുദ്ധിമുട്ടിലും ഏത് സമയത്തും ഈ ശുശ്രൂഷയ്ക്ക് ആര് വിളിച്ചാലും അതിനുവേണ്ടി ഇറങ്ങാൻ ഞങ്ങൾ ടീമിലുള്ളവരെല്ലാം തയ്യാറാകുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് സിനിമാ രംഗത്തായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. സിനിമാ നിർമ്മാണം പിച്ചാത്തി കുട്ടപ്പൻ എന്ന് പറഞ്ഞ പ്രേം നസീർ നായകനായ സിനിമ ഞങ്ങൾ നിർമ്മിച്ചതാണ്. അത് കഴിഞ്ഞ് അടുത്ത സിനിമയും കാര്യങ്ങളുമായിട്ട് നീങ്ങുന്നതിൻ്റെ ഇടയിലാണ് ഈ കരിസ്മാറ്റിക് ധ്യാനം കൂടാനിടയായത്. കൂടിക്കഴിഞ്ഞപ്പോൾ ഇതും നമ്മുടെ ജീവിതവുമായിട്ട് ചേരുകയല്ലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. ആ കാലത്ത് എൻ്റെ വിവാഹവും നടന്നു. എൻ്റെ ജീവിത പങ്കാളിയായി കടന്നു വന്ന മേഴ്സി എനിക്ക് മുമ്പ് തന്നെ ധ്യാനം കൂടിയ ആളായിരുന്നു.
അപ്പോൾ മേഴ്സിയും പറയുമായിരുന്നു നമുക്ക് ഈ രംഗത്തുനിന്ന് മാറണം, ഇത് ദൈവത്തിന് ചേർന്നതല്ലല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈവം അതിനുള്ള സാഹചര്യം ഒരുക്കി തരുന്നത്. അതോടുകൂടി ആ മേഖലയുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി ജീവിതത്തെ മാറ്റി വെക്കാനായിട്ട് തയ്യാറാവുകയാണ് ചെയ്തത്. നമ്മുടെ ഈ പ്രോ ലൈഫ് എക്സിബിഷൻ നടത്തുമ്പോൾ നമ്മൾ സാധാരണ നിലയിൽ ഒരു വീഡിയോ കാണിച്ച് വിശദീകരിച്ചാണ് തുടക്കം ആദ്യകാലങ്ങളിൽ. അപ്പം ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിലെ വെള്ളാങ്കല്ലൂർ എന്ന് പറഞ്ഞ ഇടവയിൽ എക്സിബിഷൻ നടത്താൻ ചെന്നപ്പോൾ ഒരു 100 പേർക്ക് ഇരിക്കാവുന്ന റൂമിലാണ് വീഡിയോ കാണിക്കാൻ ക്ലാസ്സിന് അറേഞ്ച് ചെയ്തിരുന്നു. അങ്ങനെ ഒരു 3 ബാച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മടുത്തു, ഒരു ജ്യൂസ് കുടിക്കാനാണ് അവർ പുറത്തേക്ക് അച്ഛനോട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് ചോദിച്ച് പുറത്തിറങ്ങി അടുത്തുള്ളൊരു ജ്യൂസ് കടയിൽ ചെന്ന് കയറി. ഉടനെ പുള്ളി ചോദിച്ചു എവിടുത്തുകാരനാണ്, അങ്ങനെയാണല്ലോ പുതിയ ആളുകളെ കാണുമ്പോൾ ചോദിക്കുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണ്. ഉടനെ പുള്ളി ചോദിച്ചു പള്ളിയിലെ പരിപാടിയുടെ ആളാണോ, കാര്യം പുറത്തോട്ട് മയക്കുണ്ടായിരുന്നു, പുള്ളി അത് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അതെ. ആ സമയത്ത് ഇയാൾ എന്നെ ഒരു കോപത്തോട് ചോദിച്ചു താൻ എന്നോട് 2 ആഴ്ച മുമ്പ് വരാഞ്ഞത്. ഞാൻ പറഞ്ഞു ഈ 2 ആഴ്ച മുമ്പ് ഇവിടുത്തെ അച്ഛൻ വിളിച്ചിരുന്ന് ഞങ്ങൾ വന്നേനെ, അച്ഛൻ ഇന്നത്തേക്കാണ് വിളിച്ചത്, ചേട്ടൻ ജ്യൂസ് എടുക്ക്. വീണ്ടും അയാൾ കൂടുതൽ കോപത്തോട് ചോദിക്കുക താൻ എന്നോട് 2 ആഴ്ച മുമ്പ് വരാഞ്ഞത്. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ എങ്ങനെ ചോദിച്ചിട്ട് എന്നാ കാര്യം, ജ്യൂസ് എടുക്ക്. കടയ്ക്കകത്തോട്ട് കയറുന്നത് കണ്ടു. ഞാൻ വിചാരിച്ച് ജ്യൂസ് എടുക്കാനാണെന്ന്. പക്ഷേ അവിടെ അനങ്ങാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നി ഞാൻ അകത്ത് കയറി ചെന്നപ്പോൾ അദ്ദേഹം കൈകെട്ടി നിൽക്കുക, കരയുക. ചോദിച്ചു എന്ത് പറ്റി? അപ്പോൾ പറഞ്ഞു എനിക്ക് 8 മാസം പ്രായമായ ഒരു കുഞ്ഞുണ്ട്, എൻ്റെ ഭാര്യ ഗർഭിണിയായി, ഡോക്ടറെ അടുത്ത് ചെന്നു, ഡോക്ടർ വല്ല ഗുളികയോ ടോണിക്കോ ഉണ്ട്, ഭാര്യ ഗർഭിണിയാണെന്ന്. ഉടനെ ഡോക്ടർ പറഞ്ഞു ശരിയാകത്തില്ല, തൻ്റെ ആദ്യത്തെ കുഞ്ഞ് 8 മാസമേ ഉള്ളൂ, ഇത് ശരിയാകത്തില്ല, വേഗം അബോർഷൻ നടത്താൻ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ അതിനുവേണ്ടി വന്നതല്ല. പക്ഷേ ഡോക്ടർ അതൊന്നും കേട്ടില്ല, ഒന്നും കൊടുക്കാതെ പറഞ്ഞു വിട്ടു. 1 മാസം കഴിയുമ്പോൾ ശക്തമായ പനിയും വയറ്റുവേദനയും വന്ന് ഭാര്യയും കൊണ്ട് ആ ഡോക്ടറെ അടുത്ത് തരുന്നു. നമ്മളിപ്പോൾ എവിടെ ചെന്നാലും പറയും ഏതെങ്കിലും ഡോക്ടർ ഇങ്ങനൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ ആ കോമ്പൗണ്ടിൽ കയറരുത്, മൂല്യബോധമുള്ള വേറെ ആളെ തപ്പിക്കോണമെന്നാണ് പറയാറുള്ളത്. പക്ഷേ ഈ പാവപ്പെട്ടവൻ ആ ഡോക്ടറെ അടുത്ത് തന്നെ ഡോക്ടർ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ അന്നേ പറഞ്ഞല്ലായിരുന്നോ, വേഗം അബോർഷൻ നടത്തി ചികിത്സിച്ചില്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ ജീവൻ അപകടത്തിലാവുമെന്ന് പറയും. ഏത് ഭർത്താവും അത് കേട്ടാൽ ഞെട്ടിപ്പോകാത്തത്? അദ്ദേഹം എൻ്റെ തോളെ പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് പറയുക താൻ 2 ആഴ്ച മുമ്പ് വന്നിരുന്നെങ്കിൽ എൻ്റെ പൊന്നുമോൻ മരിക്കത്തില്ലായിരുന്നു. 2 ആഴ്ച മുമ്പ് 1800 രൂപ എൻ്റെ എണ്ണി വാങ്ങിയിട്ട് ആ ഡോക്ടർ എൻ്റെ കുഞ്ഞിനെ കൊന്നു. പ്രിയമുള്ളവരെ, ഇതുപോലുള്ള ഒത്തിരി അനുഭവങ്ങൾ ഈ എക്സിബിഷനുമായിട്ട് നടന്നപ്പോൾ പലയിടത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. ഒരു എക്സിബിഷൻ കഴിയുമ്പോൾ ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തീർച്ചയായും കുറേ ഫോണുകൾ വരും. അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി പാറപ്പള്ളിയിൽ ഒരു എക്സിബിഷൻ പെരുന്നാളോടുകൂടി നടത്തി. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു 18 വയസ്സുള്ള +2 പഠിക്കുന്ന ഒരു പയ്യനാണ് അത് ക്രമീകരിച്ചത്. അവിടെ നമ്മുടെ എക്സിബിഷനിൽ ഒരു ചെറിയ ശവപ്പെട്ടി വെക്കാറുണ്ട്. ആ ശവപ്പെട്ടിയുടെ അടുത്തുള്ള ബോർഡിലാണ് ഈ ലോകം മുഴുവൻ കൊല ചെയ്യപ്പെടുന്ന അബോർഷന് ഉത്തരവാദി ആരെന്നറിയണമെങ്കിൽ പെട്ടിക്ക് ഈ ശവമഞ്ചത്തിലേക്ക് നോക്കാൻ പറയും. നോക്കുമ്പോൾ കാണുന്ന മുഖം നോക്കുന്ന കണ്ണാടിക്ക് നമ്മുടെ മുഖം കാണും. അപ്പോൾ അവിടെയുള്ളവർ പറയും, ഉടനെ അവർ പറയും ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല. പക്ഷെ അവിടെ നിൽക്കുന്ന വോളണ്ടിയർ ചോദിക്കും നിങ്ങൾ അബോർഷൻ തെറ്റാണെന്ന് മറ്റുള്ളവരോട് പറയാറുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. 2 ഈ തിന്മ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അന്ന് ഉണ്ടായ അനുഭവം എന്താണെന്നറിയാമോ? അന്ന് രാവിലെ 8 മണി മുതൽ 4 മണി വരെയാണ് എക്സിബിഷൻ നടന്നത്. ഇത്രയും നേരത്തിനിടയിൽ 7 സ്ത്രീകളാണ് അവിടെ നിന്ന് വോളണ്ടിയറുടെ അടുത്ത് പറഞ്ഞത് ഞങ്ങൾ ഗർഭിണികളാണ്, കളയാനിരുന്ന ഇനി കളയത്തില്ല. അന്ന് മുതൽ ആ പയ്യനെ ഞങ്ങൾ വിളിച്ചു 7 പിള്ളേരുടെ അപ്പൻ. എന്ന് വെച്ചാൽ അവൻ്റെ ശ്രമം കൊണ്ടാണ് എക്സിബിഷൻ നടന്നത്. അതുകൊണ്ടാണ് ആ എക്സിബിഷനിലൂടെയാണ് 7 കുഞ്ഞുങ്ങൾ അന്ന് ചങ്ങനാശ്ശേരി പാറപ്പള്ളിയിൽ കാണാൻ വന്നവരിലൂടെ ജനിക്കാനിടയായത്. നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ട് ഒരു ജീവൻ നശിക്കാനിടയായാൽ അതിന് കണക്ക് കൊടുക്കേണ്ടി വരും. ഞാനും നിങ്ങളും കണക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ആദ്യം തുടങ്ങിയത് ചങ്ങനാശ്ശേരിയിൽ കൃപ പ്രോ ലൈഫേഴ്സ് എന്ന പേരിൽ ഒരു പ്രസ്ഥാനമാണ്. അതിനകത്ത് നാനാജാതി മതസ്ഥരെ എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. കാരണം വേറെ ഒന്നല്ല, ജനം എവിടെയുണ്ടോ കാര്യം അവിടെ ജാതി മത വ്യത്യാസങ്ങൾ പാടില്ല എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. കാരണം അമ്മയുടെ വയറ്റുള്ള കുഞ്ഞിന് ജാതിയും മതവും പറയാൻ പറ്റിയാൽ അതൊരു ജീവനാണ്, അതിനെ രക്ഷിക്കണം. അങ്ങനെ തുടങ്ങിയാണ് കൃപ പ്രോ ലൈഫേഴ്സ്. അതിൻ്റെ പ്രവർത്തനം കുറച്ച് മുന്നോട്ട് നീങ്ങിയപ്പോഴാണ് ചങ്ങനാശ്ശേരി രൂപതയിൽ തന്നെ ഈ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ചിന്ത വന്നത്. അന്ന് അഭിമന്യ മാർ ജോസഫ് ഭൗതിപിതാവായിരുന്നു മെത്രാപ്പോലിത്ത. ഫാമിലി അപ്പോസിൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട മാത്യു കല്ലുകളച്ചനായിരുന്നു. അച്ഛനോട് സംസാരിച്ചപ്പോൾ അച്ഛൻ വളരെ സന്തോഷത്തോടെ നമുക്ക് ആരംഭിക്കാമെന്ന് പറഞ്ഞു. 2000 ആണ്ട് ഡിസംബർ 16 കാവുകാട്ട് ഹാളിൽ വെച്ച്
ജീവൻ ജ്യോതിസ് പ്രോലൈഫ് സെല്ല് എന്ന പേരിൽ രൂപതയിലെ പ്രോലൈഫ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അന്ന് ഉദ്ഘാടനം ചെയ്തത് കർദിനാൾ മാർക്കി വിദേത്തി പിതാവായിരുന്നു. അങ്ങനെ ചങ്ങനാശ്ശേരി രൂപതയിൽ ഓരോ ഇടവുകളിലും ക്ലാസ്സുകളും പ്രോഗ്രാമായി മുന്നോട്ട് നീങ്ങുമ്പോഴാണ് വീണ്ടും ഒരു ചിന്ത വന്നു. ഇത് കേരളം മുഴുവൻ ഉണ്ടാവണമല്ലോ, ചങ്ങനാശ്ശേരിയിലോ കൃപയുടെ പ്രവർത്തനം മാത്രമായി പോരല്ലോ, കേരളം മുഴുവൻ വേണ്ടേ. ആ ചിന്തയാണ് എന്നെ മാർ പോൾ ചിറ്റപ്പള്ളി പിതാവ്, താമരശ്ശേരി രൂപതയുടെ പിതാവായിരുന്നു, പിതാവിൻ്റെ അടുത്തേക്ക് എന്നെ നയിച്ചത്. ഞാൻ താമരശ്ശേരി പോയി പിതാവിനെ കണ്ടിട്ട് നമ്മളിവിടെ നടത്തുന്ന പ്രവർത്തനങ്ങളൊക്കെ പിതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. വീണ്ടും ഒരു ഡേറ്റ് തന്നു. രണ്ടാം പ്രാവശ്യം വീണ്ടും താമരശ്ശേരി ചെന്ന് പിതാവിനെ കണ്ടു. നമ്മുടെ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അടുത്ത KCBC ഫാമിലി അഫയേഴ്സ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിങ്ങിന് എന്നോട് വരാൻ പറഞ്ഞു. അവിടെ വന്ന് അവരോട് അത് വിശദീകരിച്ച് കൊടുക്കാൻ പറഞ്ഞു. അവിടെ ചെന്നു, അന്ന് അവിടെ വിശദീകരിച്ച് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നമുക്ക് KCBCയുടെ തലത്തിൽ ഇത് ആരംഭിക്കാം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അന്ന് അവിടെ എടുത്ത തീരുമാനമാണ് ഓരോ രൂപതയിൽ നിന്നും 3 പേരെ വീതം ഈ വിഷയത്തിൽ താല്പര്യമുള്ളവരെ കൂടെ കൂട്ടി അടുത്ത KCBC മീറ്റിംഗ്. അങ്ങനെ ഉണ്ടായ മീറ്റിങ്ങിൽ വെച്ചാണ് ഒഫീഷ്യലായിട്ട് KCBC പ്രോലൈഫ് സമിതി എന്ന പറഞ്ഞ പ്രസ്ഥാനം തുടങ്ങുന്നത്. അന്ന് അതിൻ്റെ പ്രസിഡൻ്റായിരുന്നത് അന്ന് ഫാമിലി കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന ബഹുമാനപ്പെട്ട ജോസ് കോട്ടയിലച്ചൻ പ്രസിഡൻറ്റും ഞാൻ അതിൻ്റെ ആദ്യത്തെ സെക്രട്ടറിയുമായിരുന്നു. അന്ന് കേരളത്തിലെ 14-15 രൂപതകളിൽ പ്രോലൈഫ് സെല്ലുകൾ ആക്റ്റീവായിരുന്നു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ പ്രോലൈഫ് സെല്ലിൻ്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും ഡിസംബർ മാസം ജീവൻ്റെ മാസമായിട്ട് നമ്മൾ ആചരിക്കാറുണ്ട് വിവിധ പരിപാടികളോടുകൂടി. ഒരു വർഷം പാറേപ്പള്ളിയിൽ അതിനോടനുബന്ധിച്ച് നമ്മൾ 5 ദിവസത്തേക്ക് എക്സിബിഷൻ സ്കൂൾ കോളേജുകാരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ പിള്ളേരെ കാണിക്കാൻ വേണ്ടി ഒരു എക്സിബിഷൻ സെറ്റ് ചെയ്തിരുന്നു. അവിടെ വിശുദ്ധ GNAയെക്കുറിച്ച് നമ്മളവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് SH കോൺഗ്രേഷനിലുള്ള ഒരു സിസ്റ്റർ വന്നിച്ച് പറഞ്ഞു ഇതുപോലുള്ള ഒരാൾ കേരളത്തിലുണ്ടായിരുന്നു, എനിക്കറിയാവുമെന്ന് ചോദിച്ചു. അവിടെ നിന്നയാൾ പറഞ്ഞ അറിയില്ല, അങ്ങനെ ഒരാളുണ്ടായിരുന്നു. വിശുദ്ധ GNAയ്ക്ക് 4 മക്കളേ ഉണ്ടായിരുന്നുള്ളൂ, ഇത് 12 മക്കളുള്ള ഒരു അമ്മയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതേക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹമായി. അവിടെ ചെന്നേച്ച് ആ സിസ്റ്ററെ കണ്ടപ്പോൾ പറഞ്ഞു മുട്ടാറ്റിലാണ് ആ അമ്മയുടെ വീട്, പുലിക്കോട്ടെന്നാണ് വീട്ടുപേര്. അമ്മയുടെ പേര് അച്ചാമ്മ മരിച്ചുപോയി. അച്ചാമ്മയ്ക്ക് 12 മക്കളായിരുന്നു. തുടർന്നുണ്ടായത് ഒരു അഭിമന്യ പിതാവിനോടും അന്നത്തെ ഫാമിലി അഫയേഴ്സ് ഡയറക്ടർ അച്ഛനോടും പറഞ്ഞപ്പോൾ ഡീറ്റെയിൽ മുഴുവൻ കളക്ട് അനുവാദം തന്നു. അങ്ങനെ ഈ മക്കളൊക്കെ എവിടെയൊക്കെയാണോ അവിടങ്ങളെല്ലാം പോയി അവരുടെ ചരിത്രം എടുത്തപ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത്. അവർക്ക് 12ാമത്തെ കുഞ്ഞ് ഗർഭത്തിലായിരിക്കുമ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ വന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അബോർട്ട് ചെയ്തെങ്കിലേ ചികിത്സ നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എൻ്റെ വയറ്റുള്ള കുഞ്ഞിനെ കൊന്നിട്ട് എനിക്കൊരു ജീവിതം വേണ്ട, എനിക്ക് ദൈവം ഇത്തരം കുഞ്ഞുങ്ങളെ തന്നു, ഇതര എൻ്റെ ആയുസ് ദൈവം നിശ്ചയിക്കുന്നുള്ളായിരിക്കുള്ളൂ, അതുകൊണ്ട് എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ അവർ മുന്നോട്ട് നീങ്ങി. അവസാനം അവർ പ്രസവം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ മരിച്ചു. ആ കുഞ്ഞിനെ അവർക്ക് അധികം താലോലിക്കാൻ സാധിച്ചില്ല. ആ കുഞ്ഞ് വളർന്നു കഴിഞ്ഞ് ഇന്ന് ആ കുഞ്ഞ് ഒരു വൈദികനാണ്. ബഹുമാനപ്പെട്ട റെജി പുലിക്കോട്ട് സലേഷൻ സന്യാസഭാ അംഗമാണ്. ഏതാണ്ട് 1000കണക്കിന് കുഞ്ഞുങ്ങളെ, അനാഥരായ കുഞ്ഞുങ്ങളെയും തെരുവിലുള്ള കുഞ്ഞുങ്ങളെയും ശുശ്രൂഷിക്കുന്ന ദൗത്യമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് അച്ചാമ്മ ജേക്കബിനെ ഞങ്ങളിന്ന് വിളിക്കുന്നത് കേരള GNA എന്നാണ്. മുട്ടാറ്റിലെ അവരുടെ കല്ലറയുടെ സ്ഥാനത്ത് ഇന്നൊരു വലിയ സ്മാരകം പണിതു. അപ്പോൾ ഇതിനെ പെരുന്നോട്ടം പിതാവ് വന്നത് ബ്ലസ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ആണ്ടിലൊരിക്കൽ അവിടെ ഒന്നിച്ചുകൂടിയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് മുന്നോട്ട് നീങ്ങുന്നുണ്ട്. പ്രോലൈഫിൽ ഇൻ്റർനാഷണൽ കോൺഫറൻസുകൾ നടക്കാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്ത് ഇത് നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ കേരളത്തിലും അതൊരെണ്ണം വേണമെന്നുള്ള ചിന്തയിലാണ് ഹ്യൂമൻ ലൈഫ് ഇൻ്റർനാഷണലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ ചങ്ങനാശ്ശേരിയിൽ ഒരെണ്ണം നടത്താൻ അനുവാദം തന്നു. അതനുസരിച്ച് നമ്മൾ കത്തീഡ്രൽ പള്ളി ഹാളിൽ ഡിസംബർ മാസം 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് ക്രമീകരിച്ചു. ബോംബെയിൽ നിന്നും ഗോവയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും ഒക്കെ പ്രതിനിധികൾ അത് സംബന്ധിച്ചിരുന്നു. അവിടെ നിന്നുള്ള പ്രാസംഗികരുണ്ടായിരുന്നു. അമേരിക്കയിൽ നിന്ന് വരെ പ്രാസംഗികർ ഇതിനകത്തുണ്ടായിരുന്നു. അതൊരു വലിയ വിജയമായിരുന്നു. എല്ലാവർക്കും ഒത്തിരി ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നല്ലൊരു ബോധ്യം കൊടുക്കുവാനും അതോടുകൂടി നമ്മൾ പ്രോലൈഫ് റാലിയും ഒക്കെ ആയിട്ട് നമ്മൾ ക്രമീകരിക്കാൻ സാധിച്ചിരുന്നു. നമ്മൾ
ജീവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ പള്ളികളിൽ നിന്ന് മാത്രം പ്രസംഗിക്കേണ്ടതല്ല. ജനം എവിടെയുണ്ടോ അവിടെയാണ് ഈ മെസ്സേജ് എത്തേണ്ടത്. ഇതറിയാത്ത ആയിരക്കണക്കിന്, അനേകായിരങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ ജീവൻ്റെ വിലയെക്കുറിച്ച് അറിയാത്തവരുണ്ട്. അവരെ ഇത് ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ കടമയാണെന്നുള്ള ബോധ്യം കൃപാ പ്രോ ലൈഫിൻ്റെ ആദ്യം മുതലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്പോഴും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാനായിരിക്കും. അതിനുവേണ്ടി ഞങ്ങൾ പൊതുജന റാലി, കവലയിൽ നിന്ന് ജപമാലയിൽ പ്രാർത്ഥിക്കുക, ആ ജപമാലയിലും പ്രാർത്ഥിക്കുമ്പോൾ വോളണ്ടിയേഴ്സ് അതിലെ കടന്നു പോകുന്നവർക്ക് ലഘുലേഖ കൊടുക്കുക, ബസ് സ്റ്റാൻഡിലെ റെയിൽവേ സ്റ്റേഷനിൽ അനുവാദം വാങ്ങിച്ചുകൊണ്ട് ബസ്സിൽ വരുന്ന ആളുകൾക്ക് മുഴുവനും ലഘുലേഖ കൊടുക്കുക, ഇതുപോലുള്ള പരിപാടി നടത്താറുണ്ടായിരുന്നു. ആദ്യ വർഷം തന്നെ 161 കുഞ്ഞുങ്ങളുടെ അമ്മമാരിൽ അപ്പന്മാർ ഫോണിലൂടെ കത്തിലൂടെയോ ഞങ്ങൾ കളയാനിടുന്നതാ, ഇനി ഞങ്ങൾ കളയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 27 വർഷം മുമ്പ് 161 കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടാനുണ്ടായിരുന്ന കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഈ തുണ്ടുകടലാസ് വിതരണത്തിലൂടെയും നമ്മുടെ വഴിയറമ്പിലൂടെ നടത്തുന്ന റാലിയിലൂടെയൊക്കെ രക്ഷിക്കാൻ സാധിച്ചത്. ഇന്ന് ആ കുഞ്ഞുങ്ങളൊക്കെ ആരായി കാണും? എത്ര 27 വയസ്സ് അല്ലെ 26 വയസ്സ് പ്രായമായ വ്യക്തികൾ വിവാഹം കഴിച്ചു, അവർക്കും കുടുംബം കാണും, ലോകം മുഴുവൻ ഒരുപക്ഷെ കാണും. പ്രിയമുള്ളവരെ, ഓരോ ജീവനും വിലപ്പെട്ടതാണെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മടുപ്പ് കൂടാതെ ഇറങ്ങേണ്ടത് നമ്മുടെ കടമയാണ്. കൃപാജീവൻ ദൂത് എന്ന പേരിൽ നമ്മളൊരു ന്യൂസ് ലെറ്റർ ഇറക്കുമായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ഫലം പ്രകടിപ്പിക്കാൻ സാധിച്ചൊരു ശുശ്രൂഷയായിരുന്നു. അതിലൂടെ രക്ഷപ്പെട്ട ജീവനുകളുടെ സംഭവങ്ങൾ പലതുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു ടീച്ചർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ അടുത്തിരുന്ന ആൾ കൃപാജീവൻ ദൂത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ വായിച്ചു കഴിഞ്ഞപ്പോൾ അത് ഞാൻ ചോദിച്ചു, അതെനിക്കും തരാമോ? എൻ്റെ തന്നു. ഞാൻ ആ യാത്രയുടെ ഇടയിൽ അതിനകത്ത് പ്രധാനപ്പെട്ട മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇത് പ്രധാനപ്പെട്ട വിഷയമാണ്. ടീച്ചർ അന്ന് ഗർഭിണിയായിരുന്നു. ടീച്ചർ അത് വേണോ വേണ്ടയോ എന്ന സംശയത്തിലായിരുന്നു. അപ്പോഴാണ് ഇത് വായിച്ചുകൊണ്ട് തീരുമാനിച്ചു, ആ കുഞ്ഞ് വളരട്ടെ. കുഞ്ഞുണ്ടായി. കുഞ്ഞിനിട്ട പേര് കൃപാമോളെന്നാണ്. ഫേസ്ബുക്കിൽ നമുക്കൊരു ഗ്രൂപ്പുണ്ട്, ജീവന് വേണ്ടി ഒരു നിമിഷം എന്നുള്ളത്. അതിനകത്ത് ഒരു തങ്കച്ചൻ ആൻഡ്രൂസ് ഒരു കുറിപ്പെഴുതി. അദ്ദേഹത്തിൻ്റെ വിവാഹം 25 വർഷം മുമ്പ് നടന്നു. അപ്പോൾ ആരോ ഒരാൾ പോസ്റ്റിൽ അയച്ചു തന്നു, കൃപാജീവൻ ദൂത് അയച്ചു കൊടുത്തു. ആരാന്നറിയില്ല, ആരോ ഒരാൾ അയച്ചു കൊടുത്തു. വിവാഹം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിൽ ഞാനും എൻ്റെ ഭാര്യയും കൂടെ അതിരുന്ന് വായിച്ചപ്പോൾ ഞങ്ങൾ ഞെട്ടിപ്പോയി. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഒരു കുഞ്ഞിനെ കൊല്ലുന്നതും അതിൻ്റേതായ പ്രത്യേകതകൾ മുഴുവൻ എഴുതിയിരുന്നത്. ആ കൃപാജീവൻ ദൂത് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അന്ന് ഞങ്ങളൊരു തീരുമാനമെടുത്തു, നമുക്ക് ദൈവം തരുന്നിടത്തോളം കുഞ്ഞുങ്ങൾ വേണം. അവർക്കിന്ന് 11 കുഞ്ഞുങ്ങളുണ്ട്. അത് 3 പേര് മരിച്ചുപോയി. 8 കുഞ്ഞുങ്ങൾ 22 വയസ്സ് മുതൽ 1 വയസ്സ് വരെ പ്രായമായ 8 കുഞ്ഞുങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ ബോംബെയിൽ ഇൻ്റർനാഷണൽ കോൺഫറൻസിന് ബഹുമാനപ്പെട്ട മാത്യു കല്ലുള്ള അച്ഛനുമായിട്ട് പോയി. അവിടെ വെച്ച് അവിടുത്തെ പ്രോ ലൈഫ് റാലി സമാപിച്ചത് ഒരു പള്ളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഒരു കത്തിരിപ്പള്ളിയിലായിരുന്നു. അവിടെ അജാത ശിശുക്കളുടെ സ്മാരകം കണ്ടു. അബോർഷനോട് കൊല ചെയ്യപ്പെട്ട കുഞ്ഞുങ്ങളുടെ സ്മാരകം. അതൊരു പ്രത്യേക സ്മാരകമായിട്ട് അവിടെ ഒരുക്കി ഞാനും അച്ഛനും കൂടെ അവിടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. അന്ന് മുതൽ മനസ്സിലുണ്ടായ ചിന്തയാണ്, ഇത് നമ്മുടെ ഇവിടെയും ഉണ്ടാവണം. അന്ന് തിരിച്ചു വന്നപ്പോൾ അഭിയൻ്റെ പൗത്യപിതാവിനെ കണ്ട് ഇത് സംസാരിച്ചപ്പോൾ കത്തീഡ്രൽ തന്നെ നിങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ പൗത്യപിതാവാണ് വന്ന് കല്ലിട്ടത്. ആ സമയത്താണ് വിശുദ്ധ ജീവനായുടെ തിരുശേഷി പ്രയാണം നമ്മൾ നടത്തുന്നതിൻ്റെ സമാപനം ചങ്ങനാശ്ശേരിയിൽ ഒരാഴ്ച പ്രോ ലൈഫ് ആഴ്ചയായിട്ട് മാറ്റിക്കൊണ്ട് വിവിധ പരിപാടികൾ കൺവെൻഷനൊക്കെ ആയിട്ട് ഒരാഴ്ച മുഴുവൻ പ്രോഗ്രാമായിരുന്നു. അതിൻ്റെ സമാപനത്തോടുകൂടി ഇത് വെഞ്ചരിക്കാമെന്നുള്ള ഇങ്ങനൊരു സംഗതി രൂപീകരിച്ച് ഉണ്ടാക്കി അത് വെഞ്ചരിക്കാനുള്ള തീരുമാനമെടുത്തു. അന്ന് ഫാമിലി അഫയേഴ്സ് ഡയറക്ടറായിരുന്നു ബഹുമാനപ്പെട്ട ജോസ് മോളേലച്ഛനായിരുന്നു. അച്ഛനും ഞാനും കൂടെ പല കല്ലേ കുത്തുന്നവരുടെ അടുത്ത് ഞങ്ങൾ പോയി ഇതുപോലൊരു സാധനം ഉണ്ടാക്കാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ കറുകച്ചാൽ അടുത്തുള്ള ഒരു കൽക്കൊത്തുകാരൻ്റെ അടുത്ത് ചെന്ന് വിവരമൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി അയ്യോ അതിന് സമയമെടുക്കുമല്ലോ എന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഒരാൾ പണ്ട് ഒരു കല്ലറ വെക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അവരുദ്ദേശിച്ച് ഇതല്ല എന്നും പറഞ്ഞ് അവർക്കത് വേണ്ടാന്നും പറഞ്ഞ് പോയി. അത് വേണമെന്ന് കാണിക്കാം.
പൊടിയൊക്കെ പറ്റിക്കിടക്കുന്ന ഒരെണ്ണം അവിടെ കിടപ്പുണ്ടായിരുന്നു. അത് ഞങ്ങളെ കാണിച്ചു. ഒരു മാലാഹ ഒരു ഹൃദയത്തെ കൈവച്ചുകൊണ്ട് കരയുന്ന ഒരു ചിത്രം കണ്ട ഉടനെ സത്യത്തിൽ ഇതാണ് മനസ്സിൽ ആഗ്രഹിച്ച് നടന്ന സാധനം. ഇതിൽ ഇന്നെ ഈ ഹൃദയത്തിനകത്തൊരു അമ്മയുടെ വയറ്റിൽ കിടന്ന കുഞ്ഞിനെ ഒന്ന് കൊത്തി തന്നാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അങ്ങനെയാണ് അതിൻ്റെ വർക്ക് പെട്ടെന്ന് പൂർത്തിയായി. ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയിൽ മാർച്ച് 25 പ്രോ ലൈഫ് ദിനത്തിൽ അഭിമന്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് അത് ബ്ലെസ് ചെയ്തു. ഇന്ന് ഏറ്റവും ഭംഗിയായി കത്തീഡ്രൽ പള്ളിയുടെ അങ്കണത്തിൽ നിൽപ്പുണ്ട്. കേരളത്തിൻ്റെ പല സ്ഥലത്തു നിന്നും അവിടേക്ക് തീർത്ഥാടനം പോലെ വരാറുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ടുണ്ടായ രീതിയാണ്, വേറെ ഒരിടത്തും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ഇതുപോലുള്ളത് 4 സ്ഥലത്തേ ഉള്ളൂ. ബാംഗ്ലൂർ, മദ്രാസ്, ബോംബെ, ഈ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒരിടത്തും ഇല്ല. അജാത ശിശു എന്ന് പറയുമ്പോൾ അബോർഷൻ മാത്രമല്ല, അമ്മയുടെ വയറ്റിൽ കിടന്ന് മിസ്കാരേജായിട്ട് നശിച്ചു പോയതും എല്ലാമാണ്. എല്ലാം നമ്മുടെ ഉള്ളിലുള്ള സ്വപ്നം അതൊരു ഇന്നസെൻറ്റ് ഗാർഡനായിട്ട് മാറ്റണമെന്നാണ്. ഇത് എൻ്റെ ഭാര്യ മേഴ്സി ചങ്ങനാശ്ശേരി മണൽ കുടുംബത്തിലാണ്. 8 മക്കളുടെ കുടുംബത്തിലെ 3ാമത്തെ ആളായിട്ട് ജനിച്ചു. എനിക്കും ഒരു പ്രത്യേക ലക്ഷ്യമുണ്ടായിരുന്നു, ഈശോയുടെ ശുശ്രൂഷ ചെയ്യണം. ആദ്യം മുതലേ അതിന് ഞങ്ങൾ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ ഒന്നിച്ച ആ കാര്യത്തിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ 27 വർഷമായിട്ടിപ്പോൾ ഉള്ള പ്രോലൈഫ് ശുശ്രൂഷയിൽ ഞാൻ ആദ്യത്തെ 20 വർഷം ഒന്നിച്ചുണ്ടായിരുന്നു. അല്പം അസുഖവും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അല്പം പുറകോട്ട് മാറി മാധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ആയിട്ട് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ കൗൺസിലിങ്ങും കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ധാരാളം കുഞ്ഞുങ്ങളെ ആരും അറിയാതെ പോയി രക്ഷപ്പെടുത്താൻ എനിക്ക് തമ്പുരാൻ അവസരം തന്നിട്ടുണ്ട്. അത് പല സാഹചര്യത്തിൽ പല സമയത്ത്, അത് ഇവിടെ ജീവിതത്തിൽ ഈ കുഞ്ഞുങ്ങളൊക്കെ വളരെ ചെറുതായിരിക്കുമ്പോഴും സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ സമയത്ത് വളരെ തിരക്കുള്ള സമയങ്ങളിലാണ് ഞാൻ ഓടി പല ഭവനങ്ങളിലും കൂടാതെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഒക്കെ പോയി ആരും അറിയാതെ ആ ശുശ്രൂഷ നടത്തിയിരിക്കുന്ന, പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കുറേ കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ +2 ഡിഗ്രി, പിന്നെ അത് കഴിഞ്ഞ് ജോലിക്ക് കയറിയവരും ഒക്കെ ഉണ്ട്. ചങ്ങനാശ്ശേരിയിൽ തന്നെ ഇവിടെ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ 4ാമത് ഭാര്യ ഗർഭിണിയാണെന്നുള്ള വിവരം ഭർത്താവ് ഇടവക വികാരിയെ അറിയിച്ചപ്പോൾ ആ വികാരിയച്ഛൻ ഞങ്ങളെയാണ് വിളിക്കുന്നത്. എനിക്ക് അവരോടൊന്നും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല, നിങ്ങളൊന്നും വന്ന് അവരെ ഒന്ന് കാണാം. അങ്ങനെ ഞങ്ങൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ അവർക്ക് ഭാര്യയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു സംസാരിക്കുന്നതിനോ ഞങ്ങളെ കേൾക്കുന്നതിനോ. പക്ഷേ കുറേ സമയം ഞങ്ങൾ അവിടെ ചെലവഴിച്ച് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർ യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ലായിരുന്നു. പക്ഷേ അവസാനം കുറേ അധിക സമയം കഴിഞ്ഞ് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇനിയും പോവുക എന്ന് പറയുന്ന സമയത്ത് അവർ എന്നോടൊരു വാക്ക് പറഞ്ഞു, വേണമെങ്കിൽ പ്രസവിച്ച് തന്നേക്കാം, വളർത്തിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു, കുഴപ്പമില്ല, അതൊക്കെ നടക്കും, അതൊക്കെ സാധിക്കും, ഞങ്ങൾ വളർത്താൻ ഞങ്ങൾ തയ്യാറാണെന്നിങ്ങനെ ഞാൻ അങ്ങ് എടുത്തു പറഞ്ഞു. പിന്നെ അത് കൂടാതെ ഞാൻ ആ ഭാര്യയോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ മൂത്ത 3 കുഞ്ഞുങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ ഈ കുട്ടിയായിരിക്കും നിങ്ങളെ നോക്കാനായിട്ടുണ്ടാകുന്നത്. എനിക്കങ്ങനെ മനസ്സങ്ങനെ പറയുന്നെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവരെൻ്റെ മുഖത്തേക്ക് നോക്കി കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഒന്നും പറഞ്ഞില്ല. ഞങ്ങളിങ്ങനെ പോന്നു. പിന്നീട് അവിടുത്തെ വികാരിയച്ഛൻ പറഞ്ഞു, ഇപ്പോഴും അവർ സഹകരിക്കുന്നില്ലെങ്കിലും പഴയതുപോലെ എതിർക്കുന്നില്ല എന്ന് ഭർത്താവ് പറയുന്നുണ്ട്. എന്തായാലും ആ കുഞ്ഞും അവർക്ക് ജനിച്ചു. ആ കുഞ്ഞിനെ അവർ നശിപ്പിച്ചില്ല, കളഞ്ഞില്ല. ആ കുഞ്ഞ് ജനിച്ചു. അത് 4ാമതൊരു പെൺകുട്ടി. മൂത്തത് 3 പെൺകുഞ്ഞുങ്ങളാണ്, ഈ 4ാമതൊരു പെൺകുട്ടി. പക്ഷേ പിന്നീട് ഞങ്ങൾ അറിഞ്ഞത് ആ കുഞ്ഞും വളരെ മിടുക്കിയായിട്ട് വളർന്നു. ഇപ്പോൾ അവരെല്ലാവരും അമേരിക്കയിലാണ്. അവൾ വളരെ വലിയ പൊസിഷനിൽ ഇപ്പോൾ അവിടെ ജോലിയിലൊക്കെയാണ് ആ കുട്ടി. മാതാപിതാക്കളെല്ലാം അമേരിക്കയിലായി പോയി. ഞങ്ങൾക്ക് 4 മക്കളാണെന്ന് പറഞ്ഞിരുന്നല്ലോ. മൂത്ത മോന് ന്യൂസിലൻഡിലാണ്, അവൻ വിവാഹിതനാണ്. ഭാര്യ മീര, അവർക്ക് 4 മക്കളുണ്ട്. 2ാമത്തെ മോളാണ്, അവർ UK ലീഡ്സിലാണ്. റോജി ആണ് ഭർത്താവ്, അവർക്കൊരു കുഞ്ഞ് ഉണ്ടായുള്ളൂ. 3ാമത്തെ മോൻ ഫ്രാൻസിസ്, അവർ ഓസ്ട്രേലിയയിൽ പെർത്തിലാണ്. ദിവ്യയാണ് ഭാര്യ, അവർക്ക് 3 കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പോൾ ഗർഭിണിയാണ്. 4ാമത്തെ കുഞ്ഞ് അവിടെ ഉദരത്തിലുണ്ട്. ഇളയ മോൻ MCP സന്യാസഭയിലെ ഒരു വൈദികനാണ്. ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. ഇപ്പോൾ അരുണാചലിലെ മെങ്കിയോ എന്ന സ്ഥലത്ത് ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളായും അവിടുത്തെ ശുശ്രൂഷ ചെയ്തു വരുന്നു.